അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാന്യ സഹോദരന്മാരെ, ഇന്നലെ ഞാൻ ചോദ്യം ചോദിക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ സമയം അല്പം വഴുകി. സമയം കിട്ടാത്തത് കൊണ്ട് ആണ് ഇത്ര വഴുകിയത്. കുറച്ച് തിരക്കിലായിരുന്നു. എല്ലാവരും ക്ഷമ ചോദിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട സംസുദ്ദീൻ മൗലവി പാലത്ത് എൻ്റെ ചോദ്യങ്ങളോട് നേർക്ക് നേരം ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിച്ചത്, ഇസ്തിഹാസക്ക് തെളിവായി സുന്നിപക്ഷം കൊണ്ടുവന്ന ഇസ്തഖ്സല്ലാഹു ലി ഉമ്മത്തിക എന്ന തെളിവ് ദുർബലമാണെന്നോ തെളിവിന് പറ്റാത്തതാണോ ഏതെങ്കിലും ആധികാരിക പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടോ എന്നായിരുന്നു. അതിന് നമ്മുടെ മൗലവി ഇവിടെ ചെയ്തതെന്താ? ഏതാനും ചില പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ കൊണ്ടുവരികയും ആ ഉദ്ധരണികളിൽ ഒന്നും എൻ്റെ ചോദ്യത്തിനുള്ള മറുപടി ഇല്ലാത്തത് കൊണ്ട് മൗലവിയുടെ പോക്കറ്റിൽ നിന്നുള്ള ദുർവ്യാഖ്യാനങ്ങളും കൂട്ടിച്ചേർക്കലും നടത്തിക്കൊണ്ട് ശ്രോതാക്കളായ നമ്മളെല്ലാവരും വിഡ്ഢികളാക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്. ഇമാം ഖലീലി ഈ ഹദീസ് മുർസലാണെന്ന് പറഞ്ഞു എത്രയേ? പച്ച കള്ളല്ലേ ഈ മൗലവി ഇവിടെ പറഞ്ഞത്? ഇമാം ഖലീലി എന്താ പറഞ്ഞത്? ബാക്കിയുള്ളവർ അതിനെ മുർസൽ ആക്കിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു എന്നല്ലേ സുഹൃത്തുക്കളെ? ഇമാം ഖലീലിക്ക് പോലും ആരാണ് മുർസൽ ആക്കിയത് എന്ന് അറിയില്ല. കാരണം ഒരാളും നേർക്കുനേരെ അത് മുർസലാണെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇമാം ഖലീലി അങ്ങനെ പറയപ്പെടുന്നു എന്ന് കേൾവിയുടെ പദം കൊണ്ടുവന്നത്. അതല്ല, മൗലവി എന്താ പറയുന്നത്? മൗലവി പറയുന്നത് പോലെയാണെങ്കിൽ ഹദീസ് മുർസലാണെന്ന് നേർക്ക് നേരെ പറഞ്ഞ ഒരു പണ്ഡിതനെ കൊണ്ടുവരൂ മൗലവിങ്ങൾ. അതല്ലേ വേണ്ടത്. അല്ലാതെ ഇമാം ഖലീലിയുടെ ഉദ്ധരണിയെ ദുർവ്യാഖ്യാനം ചെയ്തു. പിന്നെ മാലിക് ദാറിനെ കുറിച്ച് ഇമാം ഹൈസമിയും മുന്തിരിയും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞതിനെയും മൗലവി ദുർവ്യാഖ്യാനം ചെയ്തു. അല്ല മൗലവി, ഒരു പണ്ഡിതൻ എനിക്ക് അദ്ദേഹത്തെ അറിയില്ല എന്ന് ഒരു റാവിയെ കുറിച്ച് പറഞ്ഞാൽ അതേ റാവിയെ കുറിച്ച് മറ്റു പണ്ഡിതന്മാർ അദ്ദേഹം അറിയപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് അദ്ദേഹത്തെ അറിയില്ല എന്ന് പറഞ്ഞത് ആ റാവിയുടെ ന്യൂനത ആവില്ല മൗലവി. ഇതാണ് ഹദീസ് നീതാന്ത ശാസ്ത്രത്തിന്റെ ഹുക്കുമ്. ഇവിടെ മാലിക് ദാറിനെ അദ്ദേഹം അറിയപ്പെട്ട ആളാണ് എന്ന് ഇബ്നു സഅദ് തബഖാത്തുൽ കുബറയിൽ പറഞ്ഞിട്ടുണ്ട് മൗലവി. അതൊക്കെ ഒന്ന് പോയി പഠിക്കി. മാത്രവുമല്ല, മാലിക്കുദ്ദീനാർ നീതിമാനും കൃത്യതയുള്ള ആളുമായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ ഖലീഫ ഉമർ റളിയല്ലാഹുവിന്റെ ഖജനാവിന്റെ സൂക്ഷിപ്പുകാരനാക്കിയത്. ഇതൊന്നും മൗലവിക്ക് അറിയില്ലായിരിക്കാം. എന്നാൽ മാലിക്കുദ്ദീനാർ നീതിബോധവും കൃത്യതയും ഇല്ലാത്ത ആളായിരുന്നു എന്ന് മൗലവി ഏതെങ്കിലും പണ്ഡിതരെ ഉദ്ധരിച്ച് പറഞ്ഞിട്ടുണ്ടോ? അതില്ല. അതും മൗലവിയുടെ തൊള്ളോട് ഇങ്ങനെ എന്തൊക്കെ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളും സ്വീകാര്യമായ ഒരു പണ്ഡിതനെ ഉദ്ധരിച്ചുകൊണ്ട് പറയാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. എന്റെ ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. നിങ്ങൾ ആ സംഭവത്തെ കുറിച്ച് പറഞ്ഞ ന്യൂനതകൾ നിങ്ങളുടെ നേതാവ് 25 വർഷം മുമ്പ് മരണപ്പെട്ട അൽബാനിക്ക് മുമ്പ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ വലിയ കുട്ടിയാഘോഷിച്ച് കൊണ്ട് നടക്കണ അൽബാനി ഉണ്ടല്ലോ, അദ്ദേഹത്തിന് മുമ്പ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നൊരു ചോദ്യം. നിങ്ങൾ പറഞ്ഞത് മുഴുവനും മൗലവി, നിങ്ങളിവിടെ പറഞ്ഞത് മുഴുവനും ദുർവ്യാഖ്യാനവും കളവും മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദ്യം വീണ്ടും ആവർത്തിക്കേണ്ടി വന്നത്. അതുകൊണ്ട് എനിക്ക് ഇതിന് വ്യക്തമായൊരു മറുപടി മൗലവി നിങ്ങൾക്ക് തരാൻ സാധിക്കുന്നെങ്കിൽ തരിക. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞാലാണ് അത് വിളിച്ച് പറയാം. എത്ര എൻ്റെ ചോദ്യത്തോടുകൂടെ അവസാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അമ്മാ ബഅദു ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇസ്ലാമിക് ഡിബേറ്റ്സ് ഗ്രൂപ്പിലെ ചർച്ച അതിൻ്റെ പൂർണ്ണമായ സമാപനത്തിലേക്ക് എത്തുകയാണ്. വളരെ വ്യക്തമായി നമുക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം, സമസ്തയുടെ മുസ്ലിയാക്കന്മാരായി രംഗത്ത് വരുന്ന ഒരാൾക്കും തന്നെ അവർ ഏതൊരു വിശ്വാസമാണോ ഔലിയാക്കളെ സംബന്ധിച്ചും അമ്പിയാക്കളെ സംബന്ധിച്ചും വെച്ച് പുലർത്തുന്നത്, എന്നിട്ട് അവരോട് ഇസ്തിഗാസ ചെയ്യുന്നത്, ആ വിശ്വാസത്തെ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ വെച്ച് സ്ഥാപിക്കാൻ ഒരിക്കലും അവർക്ക് സാധിക്കുകയില്ല. ആകെയുള്ളത് ചില കച്ചിത്തുരുമ്പുകൾ എന്ന് തന്നെ പറയാം. ഒരു ഇസ്തസ്കുണ്ട്, ഒരു ഉത്തുബിക്കതുണ്ട്. ഉത്തുബി എന്ന് പറഞ്ഞാൽ ഒരു കുടിയനാണ്, പെണ്ണുങ്ങളെ പിന്നാലെ നടന്ന് പാട്ടും പാടി നടക്കുന്ന ഒരുത്തനാണ്. അപ്പോൾ അയാളുടെ ഒരു കഥയുമായിട്ട് വരിക എന്നുള്ളതാണ്.
മനസ്സിലായില്ലേ? അത് തന്നെ ആശയങ്ങളെ കൂട്ടിമാട്ടിയിട്ടാണ് അവതരിപ്പിക്കാറുള്ളത്. മുസ്തഷ്ഫിയാൻ ബിക ഇലാ റബ്ബി എന്ന് പറഞ്ഞാൽ റബ്ബിൻ്റെ അരികിലേക്ക്, റബ്ബിനോട് താങ്കൾ മുഖേനയുള്ള ഷഫാഴത്തിനെ തേടിക്കൊണ്ട്. അതായത് നാളെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഷഫാഴത്ത് കൊടുക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണേ എന്ന് റബ്ബിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സിയാറത്ത് ചെയ്യുന്ന സന്ദർഭത്തിൽ ഉണ്ടാകുന്ന വിഷയമാണ് ഉത്തുബി കഥയിലുള്ളത്. രണ്ടാമതായി ഇവിടെ ഇസ്തസ്ഖി എന്ന് പറയുന്നത് അത് ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. അതേ ആശയത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഭാഷാ പ്രയോഗം മാത്രമാണ്. മനസ്സിലായില്ലേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരാൾ സലാം പറഞ്ഞാൽ അത് എത്തിച്ചു കൊടുക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞാൽ പിന്നെ അത് എത്തിച്ചു കൊടുക്കാൻ എനിക്ക് എത്തിച്ചു തരുന്നത് മലക്കുകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായത്. ആര് ലോകത്തിൻ്റെ ഏത് ദിക്കിൽ നിന്ന് മുഹമ്മദ് നബിയെ സലാം എന്ന് പറഞ്ഞാലും അത് നബി കേൾക്കും, സലാം അടക്കുമെന്നായിരുന്നെങ്കിൽ പിന്നെ സയ്യാഹകളായ മലക്കുകളെ അവിടെ ഏൽപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ഇതൊക്കെ ഞാനിവിടെ നേരത്തെ വ്യക്തമായി ബോധ്യപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യമാണ്. ചില ആളുകൾ അതിനെക്കുറിച്ച് കടന്ന് വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ സലാം പറയലും മാത്രമല്ല, സ്വലാത്ത് ചൊല്ലലും മാത്രമല്ല, മറിച്ച് ഏതൊരു കാര്യം നമ്മൾ നബിയെ ഉദ്ദേശിച്ച് പറഞ്ഞാലും അതൊക്കെ ഒരു പക്ഷേ മലക്കുകൾ എത്തിച്ചു കൊടുക്കുമായിരിക്കും. പക്ഷേ അതിനൊന്നും പ്രമാണങ്ങളുടെ പിൻബലമില്ല. അത് പ്രമാണങ്ങൾ കൊണ്ട് തെളിയിച്ചാലേ വിശ്വസിക്കേണ്ട ബാധ്യതയുള്ളൂ. ഉത്തമ തലമുറയിൽ അങ്ങനെ ഒരു വിശ്വാസമില്ല. എന്നാലും അത് നേർക്ക് നേരെ അള്ളാഹു എല്ലാം കേൾക്കുന്നത് പോലെ കേൾക്കും, ഉത്തരം ചെയ്യും എന്ന ഒരു വിശ്വാസം അല്ലാത്തത് കൊണ്ട് പ്രത്യക്ഷമായി ശിർക്ക് എന്ന് പറയാൻ നിവൃത്തിയില്ല. അത് ഈ ഇസ്തിഷ്ഫാ ആണ് ശരിക്ക്. അതായത് മുഹമ്മദ് നബിയുടെ ഖബറിൻ്റെ അരികിൽ വന്ന് റബ്ബിനോട് തേടിയാൽ ഒരു പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബിക്ക് നമ്മൾ കൊടുത്ത ആ സ്ഥാനത്തെ പരിഗണിച്ചിട്ട് മുഹമ്മദ് നബിയുടെ ഷഫാഅത്ത് നമുക്ക് നാളെ വാങ്ങിച്ചു തരും. അങ്ങനെ കാര്യങ്ങൾ പൂർത്തീകരിച്ച് തന്നേക്കുമെന്നുള്ള വിശ്വാസം. ആ വിശ്വാസത്തിന് ഇസ്ലാമിൽ ഒരു അടിസ്ഥാനവുമില്ല. അടിസ്ഥാനമുണ്ട് എന്നാണ് മുസ്ലിയാക്കന്മാർ പറയുന്നതെങ്കിൽ തവസ്സുലിൻ്റെ ആ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒന്നാമത്തെ പ്രശ്നം അതല്ല. ഇവരുടെ തവസ്സുൽ വാദത്തെ ന്യായീകരിക്കുന്ന വലിയ വലിയ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട സുബുഖിയെ പോലുള്ളവർ, അതേപോലെ തന്നെ ഇമാം തൂഫിയെ പോലുള്ളവർ, അവരൊക്കെ മുഹമ്മദ് നബിയെ നേരിട്ട് വിളിച്ച്, ഓ മുഹമ്മദ് നബിയെ എന്നോട് കാരുണ്യം ചൊരിയണേ, മുഹമ്മദ് നബിയെ എനിക്ക് ധനവും സമ്പത്തും എനിക്ക് ധനവും സന്താനവും തരണേ, മുഹമ്മദ് നബിയെ എൻ്റെ പാപങ്ങൾ പൊറുക്കണേ എന്നിങ്ങനെ നേരിട്ട് വിളിച്ച് തേടുന്നത് കടുത്ത ശിർക്കാണ്. അള്ളാഹുവിൻ്റെ കുദറത്തിൽപ്പെട്ട കാര്യം അത് സൃഷ്ടികളോട് ചോദിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ വിഷയത്തിലാണ് നമ്മളിവിടെ ചർച്ചയ്ക്ക് വന്നത്. ആ വിഷയത്തിൽ തീർപ്പായിട്ട്, ഇസ്തിഗാസയുടെ വിഷയത്തിൽ തീർപ്പായിട്ട് വേണം തവസ്സുലിൻ്റെ വിഷയത്തിലേക്ക് വരാൻ. ഇസ്തിഷ്ഫാ എന്നുള്ളത് തവസ്സുലിൻ്റെ അർത്ഥമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഞാനിവിടെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞ കാര്യമാണ്. അതിനെ ഖണ്ഡിക്കാൻ ഒരൊറ്റ മുസ്ലിയാർക്കും സാധിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഇവിടെ ഇസ്തിഗാസ നമ്മൾ ചർച്ച ചെയ്യുമ്പം അവർ തവസ്സുലിൻ്റെ വിഷയമായിട്ട് വരും. അപ്പം തവസ്സുലിൻ്റെ വിഷയത്തിൽ അത് തന്നെ കച്ചിത്തുരുമ്പുകളാണ്. ഖുർആനിലെ ആയത്തുകളല്ല, സ്വഹീഹായ ഹദീസുകളല്ല, ദുർബലമായ ഹദീസുകൾ പോലുമല്ല, ഹിക്കായത്തുകളാണ്. അതും തംറീദിൻ്റെ സിഗയിൽ വരുന്ന ചില ഹിക്കായത്തുകൾ. അതിൻ്റെ സനദാണെങ്കിലോ പൂർണ്ണമായി സ്വഹീഹാണ് എന്ന് തെളിയിക്കാൻ കഴിയാത്തത്. ആ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് ഇപ്പോഴും. ഇതൊക്കെ കഴിഞ്ഞ് 4 അവസരങ്ങൾ ചോദിക്കാൻ കിട്ടിയിട്ടും തങ്ങൾ മൊയ്തീൻ ശേഖയെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ, മുനമ്പത്തടിഞ്ഞ ബീവിയെ സഹായിക്കണേ, ഓച്ചിറ ഉപ്പാപ്പ കാക്കണേ എന്നൊക്കെ വിളിച്ചു തേടുന്നതിന് ഒരു തെളിവ് ഖുർആനിൽ നിന്നോ സുന്നത്തിൽ നിന്നോ വ്യക്തമായി കൊണ്ടുവരാൻ സാധിക്കുന്നില്ലല്ലോ. ഇപ്പോഴും ആ കച്ചിത്തുരുമ്പിൻ്റെ പിറകിൽ അത് ഒരു കഥ പോലുമാണ് എന്ന് പറയാൻ സാധിക്കാത്ത ഒരു വാറോല, അത് തന്നെ മുർസലാണ് എന്ന് വ്യക്തമായി ഇമാം ഖലീലി അടക്കം പറഞ്ഞു. ഇപ്പം ചോദിക്കുകയാണെന്ത്, ആരാ പറഞ്ഞതെന്ന്? പറഞ്ഞ ആളെ ഞാൻ ഖലീലി ഉദ്ധരിച്ചത്. എന്നിട്ട് പറയാം ആര് പറഞ്ഞു എന്നാ ഖലീലി പറഞ്ഞത്? ആയിക്കോട്ടെ, ഇനിയിപ്പോൾ അത് യോഗ്യത ഉള്ളതാണ് നിങ്ങൾ പറ. ഇനിയിപ്പം മാലിക് ദാർ എന്ന് പറഞ്ഞ വ്യക്തി യോഗ്യനാവട്ടെ, യോഗ്യനല്ലെങ്കിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അദ്ദേഹത്തെ ഖജനാവിൻ്റെ സൂക്ഷിപ്പുകാരനാക്കുമോ? ഒരാൾക്ക് വിശ്വസ്തനാണെന്ന് കരുതി ജോലി കൊടുത്താൽ അയാൾ ഹദീസ് റിപ്പോർട്ടിങ്ങിന് യോഗ്യതയുള്ളവരാവില്ല. അതാണ് നിങ്ങളെ സമസ്തക്കാരെ കുഴപ്പം. സമസ്തക്കാരെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായ ഒരു ആദർശമല്ല. ഷിയകൾ കുറേ പിഴച്ച ആദർശം കൊണ്ടു നടക്കുന്നുണ്ട്. അത് ഏറ്റുപിടിക്കുക, കോപ്പി അടിക്കുക, എന്നിട്ട് ഇവിടെ ബിസിനസ് ഉണ്ടാക്കി ജാറ ദർഗ വ്യവസായങ്ങൾ കൊണ്ടു നടക്കുക എന്നുള്ളതിൽ അപ്പുറത്ത് മറ്റൊന്നുമില്ല. അതുകൊണ്ട് ഈ ഇസ്തസ്കയുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഒന്നിനെപ്പോലും വസ്തുനിഷ്ഠമായി ഗണ്ണിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. മാത്രവുമല്ല അതിലുള്ളതൊരു സ്വപ്ന കഥയാണ്. സ്വപ്നം ഇസ്ലാം തെളിവാണോ? ഒരുത്തൻ കിനാവ് കണ്ടുപോലും. എന്താ കിനാവ് കണ്ടത്? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു ഭരണത്തിൽ ചില വീഴ്ചകൾ വരുത്തിയിട്ടുണ്ട്, അതുകൊണ്ട് മൂപ്പരോട് ഭരണം നന്നാക്കാൻ പറയണം. അപ്പം തന്നെ മനസ്സിലാക്കണം, ഖലീഫമാരോ മോശമായി വിചാരിക്കുന്ന, സ്വഹാബികളെക്കുറിച്ച് മോശമായി ചിന്തിക്കുന്ന ഏതോ ഒരു കള്ളനാണത് ഉണ്ടാക്കിയത് എന്ന് വിചാരിക്കണം. മനസ്സിലായില്ലേ? ഷിയകൾ അങ്ങനെയാണ്.
അവർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ സംബന്ധിച്ച്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിനെ സംബന്ധിച്ച് മോശമായ അഭിപ്രായം വെച്ച് പുലർത്തുന്ന ആളുകളാണ്. അപ്പോൾ ആ ഒരു ആശയം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ ഭരണത്തിൽ തെറ്റായ നിലപാടുകൾ ഉണ്ടായിരുന്നു എന്ന ഒരു ധാരണ പരത്താൻ വേണ്ടി അവരുണ്ടാക്കിയ ഒരു കെട്ടുകഥയാണ് എന്ന് മനസ്സിലാക്കാനേ നിവൃത്തിയുള്ളൂ. എന്നിട്ട് അത് തന്നെ എങ്ങനെയാണ്, ഒരു സ്വപ്നത്തിലാണ് വരുന്നത്. ശരി, ആ കഥയുടെ അവസാനം എന്താണ്? ഞാനിവിടെ ടെക്സ്റ്റ് ഇട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണം, അത് കാണാൻ പറ്റും. എന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ ആ ഖബറിങ്കിലേക്ക് ചെന്ന് കെട്ടിമറയുകയാണോ ചെയ്തത്? വളരെ നിർണായകമായൊരു ചോദ്യമാണ്. ഇസ്തസ്ഖി എന്നുള്ള കഥയിൽ നിങ്ങളൊരു കഥാപാത്രമായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. എന്നിട്ട് അദ്ദേഹം ഈ കഥയൊക്കെ കേട്ടതിന് ശേഷം ഖബറിൻ്റെ അരികിൽ ചെന്ന് മുഹമ്മദ് നബിയെ ഞങ്ങൾക്ക് മഴ തരാൻ വേണ്ടി റബ്ബിനോട് പറയണേ എന്നാവശ്യപ്പെടുകയാണോ? നമ്മുടെ തർക്കത്തിലുള്ള നേരിട്ടുള്ള ഇസ്തിഗാസ, അതാ മുഹമ്മദ് നബിയെ മഴ തരണേ, മുഴുസത്തിൻ്റെ കഴിവുകൊണ്ട് നബി മഴ തരുമെന്ന വിശ്വാസത്തിൽ, എവിടുന്ന് വിളിച്ചാലും നബി കേൾക്കുമെന്ന വിശ്വാസത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുഹമ്മദ് നബിയെ വിളിച്ച് നബിയെ മഴ തരണേ എന്ന് പറഞ്ഞു? ഇല്ല. പിന്നെന്താ ഉണ്ടായത്? നബി ജീവിച്ചിരിക്കുന്ന കാലത്ത് നബിയാണ് ഇമാമ് നിന്നിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുൻനിർത്തി അവർ നിസ്കരിച്ചു. അതാണ് ഇന്നാ കുന്നാ നതവസ്സലു ബിനബിയിന സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായത്. ഞങ്ങൾ പണ്ട് അങ്ങനെയാണ് ചെയ്തത്. ഇപ്പം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പോയി. വഫാത്തായതിന് ശേഷവും നബിയെ കൊണ്ട് തവസ്സുലാക്കാമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായ ജീവിച്ചിരിപ്പുള്ള അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനെ വിളിച്ചു? ഇസ്തസ്ഖയുമായി ബന്ധപ്പെട്ട് സ്വഹീഹായി വന്ന ആശയം ഇതാണല്ലോ. ഇസ്തസ്ഖയിൽ നിങ്ങൾ കൊണ്ടുവന്നത് ദുർബലമാണ്, ഹദീസ് പോലുമല്ല. എന്നാൽ വ്യക്തമായ ഹദീസിൽ സ്വഹീഹായത് വന്നിട്ടുണ്ടല്ലോ. ഇമാം ബുഖാരി അടക്കം അതിൻ്റെ ഭാഗങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ടല്ലോ. അതിൽ കൃത്യമായി പറയുന്നത്, ഇന്ന് ഞങ്ങൾ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പോയതുകൊണ്ടാണ് പിതൃവ്യനായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനെ മുൻനിർത്തിയിട്ട് ഞങ്ങൾ ഇതാ മഴ ചോദിക്കാൻ വന്നിരിക്കുന്നു. എന്താണ് ചെയ്തത്? ക്ലിയറാണ് വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിപ്പുള്ള കാലത്ത് സ്വലാത്തുൽ ഇസ്തിസ്ഖാ നിർവഹിക്കുമ്പം നബിയെ തവസ്സുലാക്കി, നബിയെ ഇമാമാക്കി നിർത്തിയിട്ട് അവർ നിസ്കരിച്ചു. നബി വഫാത്തായി. ഇനി വഫാത്തായ നബിയെയും തവസ്സുലാക്കാം എന്നായിരുന്നു അവരുടെ വിശ്വാസമെങ്കിൽ അവർക്ക് മുഹമ്മദ് നബിയെ തന്നെ ഈ സമസ്തക്കാർ വിളിക്കുന്ന പോലെ, അതെങ്കിൽ ഷിയാക്കൾ വിളിക്കുന്ന പോലെ വിളിച്ചാൽ മതിയല്ലോ. അതല്ലല്ലോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെയ്തത്. മറിച്ച് എന്താ ചെയ്തത്? ജീവിച്ചിരിപ്പുള്ള അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, അള്ളാഹുവിനോട് പറയണം, അള്ളാഹുവേ, ഞങ്ങൾ മുഹമ്മദ് നബിയുടെ പിതൃവ്യനായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനെ മുന്നിൽ വെച്ചുകൊണ്ട് നിന്നോട് മഴ ചോദിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഇമാമാക്കിയിട്ട് സ്വലാത്തുൽ ഇസ്തിസ്ഖാ നിർവഹിച്ചു. ഇതാണ് അഹ്ലുസുന്നയുടെ മാർഗം. സ്വലാത്തുൽ ഇസ്തിസ്ഖാ എന്ന് പറഞ്ഞാൽ അത് ഔലിയാക്കൾക്ക് വേണ്ടിയല്ല, അത് മുഹമ്മദ് നബിക്ക് വേണ്ടിയല്ല, അത് റബ്ബിനോടുള്ള തേട്ടമാണ്. അപ്പം റബ്ബിനോടാണ് മഴ തരണേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ സ്വലാത്തുൽ ഇസ്തിസ്ഖാ നടത്തി, ഖുത്ബ നടത്തി, മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് റബ്ബിനോടാണ്. അതാണ് നിങ്ങൾ കൊണ്ടുവന്ന കഥയുടെ പോലും വൽഹാസിൽ അതാണ്. അതിന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ കഥ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന കൃതികൾക്കിടയിൽ നിങ്ങൾ കൊണ്ടുവന്നല്ലോ ഫത്തുഹുൽ ബാരി. ആ ഫത്തുഹുൽ ബാരിയിൽ ഏത് അധ്യായത്തിലെ ഹദീസ് വിശദീകരിക്കുന്നിടത്തായി കഥ വന്നു നോക്ക്. ഒരു നാട്ടിൽ വരൾച്ച വന്നാൽ സ്വലാത്തുൽ ഇസ്തിസ്ഖാ നിർവഹിക്കുന്ന അധ്യായം. എത്ര ക്ലിയറാണ് സലഫികളുടെ വിഷയം. നമ്മൾ പറയുന്നു മഴ കിട്ടാതായാൽ നബിയുടെ ഖബറിൽ ചെന്ന് നബിയെ മഴ തരണേ എന്നല്ല പറയേണ്ടത്, നബിയെ മഴ തരാൻ വേണ്ടി ദുആ ചെയ്യണേ എന്നല്ല പറയേണ്ടത്. മറിച്ച് മഴ കിട്ടാൻ വേണ്ടി സ്വലാത്തുൽ ഇസ്തിസ്ഖാ, റബ്ബേ മഴ തരണേ എന്ന് പറഞ്ഞുകൊണ്ട് സ്വലാത്തുൽ ഇസ്തിസ്ഖാ നിർവഹിച്ച് ഖുത്ബ നടത്തി മഴ ചോദിച്ച് ആമീൻ പറഞ്ഞ് അങ്ങനെ പിരിയുകയാണ് വേണ്ടത്. ഇതൊക്കെ നമ്മളിവിടെ ക്ലിയർ ആക്കി കഴിഞ്ഞു. പിന്നെയും ഈ അസുഖം ബാധിച്ച ആ ചരക്കന് തന്നെ എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് ഞങ്ങളെ വിശ്വാസത്തിന് മൗലവി, ഞങ്ങളെ കയ്യിൽ ഈ ദുർബലമായ സാധനം മാത്രമേ ഉള്ളൂ, ഈ അംഗവൈകല്യമുള്ള, തകരാറുള്ള, ഒന്നിനും കൊള്ളരുതാത്ത ഈ കച്ചിത്തുരുമ്പല്ലാതെ വേറൊന്നും ഞങ്ങൾക്ക് കൊണ്ടുവരാനില്ല, നിങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം, അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഇത് തന്നെ കൊണ്ടുവരുന്നു, ഞങ്ങൾ ചവച്ചത് തന്നെ വീണ്ടും ചവയ്ക്കുന്നു എന്ന് പറഞ്ഞ് ചർവണവുമായി വന്ന് ചോദിച്ചെന്നെ പിന്നെ ചോദിക്കുക. വ്യക്തമായ മറുപടി ലഭിച്ച വിഷയങ്ങൾ അത് കേൾക്കാത്തതുപോലെ ആവർത്തിക്കുന്ന മുസ്ലിയാക്കന്മാരുടെ സ്വഭാവത്തെ ഈ ഗ്രൂപ്പിൽ നിഷ്പക്ഷമായി വിഷയങ്ങൾ ശ്രദ്ധിക്കുന്നവർ മനസ്സിലാക്കും എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ മരിച്ചുപോയ മഹാന്മാരോടും മുഴുസത്ത് കറാമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ സഹായിക്കുമെന്ന വിശ്വാസത്തിൽ മഹാന്മാരോടും അമ്പിയാക്കളോടുമൊക്കെ എവിടുന്ന് ഏത് ഭാഷയിൽ ആര് എങ്ങനെ വിളിച്ചാലും കേൾക്കുകയും ഉത്തരം ചെയ്യുകയും ചെയ്യുമെന്ന വിശ്വാസത്തിൽ റബ്ബിനോട് മാത്രമേ തേടാൻ പാടുള്ളൂ. പാപമോചനം തേടുകയാണെങ്കിലും, ഇൽമ് ലഭിക്കാനും അതിൽ വർധനവ് കിട്ടാൻ വേണ്ടി ചോദിക്കുകയാണെങ്കിലും, രോഗശമനം ചോദിക്കുകയാണെങ്കിലും, അങ്ങനെ ഗൈബിയായി ഏതൊരു വിഷയം നമ്മൾ ചോദിക്കുമ്പോഴും അത് റബ്ബിനോട് മാത്രമേ തേടാൻ പാടുള്ളൂ. പക്ഷേ സമസ്തക്കാരാകട്ടെ ബദരീങ്ങളോട്, മൊയ്തീൻ ഷെയ്ഖിനോട്, മമ്പറന്നങ്ങളോട്, മനുമ്പത്തടിഞ്ഞ ബീവിയോട്, CM-നോട്, ഇങ്ങനെയുള്ളവരോടൊക്കെ ഇതേ തേട്ടം തേടിക്കൊണ്ടിരിക്കുന്നു. റബ്ബിനോട് മാത്രം നമ്മൾ ചെയ്യുന്ന ഈ ദുആകൾ
നിങ്ങൾ ഇസ്തിഗാസ എന്ന പേരിട്ട് ഈ ഔലിയാക്കളോടും അമ്പിയാക്കളോടും അങ്ങനെ പറയപ്പെടുന്നവരോട് നിങ്ങൾ തേടുമ്പോൾ റബ്ബിന് മാത്രം അവകാശപ്പെട്ട ഇബാദത്തിൻ്റെ ഇനങ്ങളിൽപ്പെട്ട ദുആ നിങ്ങൾ ഈ ഔലിയാക്കൾക്ക് വകവെച്ചു കൊടുത്ത് പച്ചയായ ശിർക്ക് ചെയ്യുന്നു. ഈ റമദാൻ മാസത്തിലും ബദരീങ്ങളെ വിളിച്ച് തേടാൻ നിൽക്കുകയാണ് ഈ രാത്രി. മനസ്സിലായില്ല? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ബദരീങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായത് തന്നെ റബ്ബിനോട് മാത്രമേ ഇസ്തിഗാസ ചെയ്യാവൂ. അവർ ബദറിന്റെ തലേന്ന് റബ്ബിനോട് മനംനൊന്ത് ദുആ ചെയ്തു. അതിനെക്കുറിച്ചാണ് ഖുർആൻ ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ ചെയ്ത സന്ദർഭം എന്ന് പറഞ്ഞു. അപ്പൊ റബ്ബിനോട് മാത്രമേ ഇസ്തിഗാസ ചെയ്യാവൂ എന്ന തൗഹീദിന്റെ വാദം സ്ഥാപിക്കാൻ വാളെടുത്ത ആളുകൾ, ആ ആളുകളോട് ഇസ്തിഗാസ ചെയ്യുന്ന കടുത്ത വൈരുദ്ധ്യത്തിലാണ് നമ്മുടെ സമസ്ത വിഭാഗങ്ങൾ അകപ്പെട്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഈ ഇസ്തിഗാസക്കാണ് നമ്മുടെ എല്ലാ മുസ്ലിയാക്കന്മാരും ഒരുമിച്ച് കൊണ്ടുപിടിച്ചിട്ടും ആകെ കൊണ്ടുവരാൻ പറ്റിയത് ഇസ്തസ്കലി ഉമ്മത്തിക എന്ന് പറയുന്ന ഒരു സ്ഥിരപ്പെടാത്ത ഹിക്കായത്ത്, ഒരു കഥ. അതിലൊരു തെളിവില്ല എന്ന് ഞാൻ അവിടെ വ്യക്തമാക്കി. മനസ്സിലായില്ലേ? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കബറിങ്കൽ ചെന്ന് നബിയോട് മഴയ്ക്ക് വേണ്ടി അള്ളാഹുവോട് അങ്ങ് ദുആ ചെയ്യണമെന്ന് തേടൽ അനുവദനീയമാണെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കണ്ട. ഞാൻ അങ്ങനെ പറഞ്ഞു. അത് വേറെ വിഷയമാണ്. ഇസ്തിഗാസയുടെ വിഷയത്തിൽ നേരിട്ടുള്ള ഇസ്തിഗാസക്ക് ഞങ്ങളുടെ കയ്യിൽ തെളിവില്ല. ദുആ ചെയ്യണേ എന്ന് പറയുന്ന തവസ്സുൽ ഇസ്തിശ്ഫാൾ അതുമാത്രമേ ഞങ്ങളുടെ കയ്യിലുള്ളൂ എന്ന് നിങ്ങൾ സമ്മതിച്ചതിന് ശേഷം ഈ വിഷയത്തിലേക്ക് വരാം എന്ന് സഖാഫിയോട് ഞാൻ നേരത്തെ പറഞ്ഞാണ്. പക്ഷേ നിങ്ങളത് സമ്മതിച്ചിട്ടുണ്ട്, പക്ഷേ അത് സമ്മതിക്കാൻ തയ്യാറുമല്ല. ആ നിലക്കാണ്. പക്ഷേ സമ്മതിച്ചു എന്ന് ഞങ്ങൾക്കെല്ലാം ബോധ്യമായിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് ഞാൻ പറയാത്ത കാര്യം ഞാൻ പറഞ്ഞു എന്ന് ഇവിടെ ഒരാളും ഒന്ന് സ്ഥാപിക്കേണ്ടതില്ല. അങ്ങനെ മുഹമ്മദ് നബിയുടെ ഖബറിൻ്റെ അരികിൽ വന്ന് നബിയെ ഞങ്ങൾക്ക് വേണ്ടി മഴ തരണേ, അത് അനുവദനീയമാണെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. മാത്രവുമല്ല ഇപ്പറഞ്ഞ വിശ്വാസത്തിൽ ഇസ്തിശ്ഫ ആണെങ്കിലും ഇസ്തിഗാസ ആണെങ്കിലും അതൊക്കെ നടത്തുന്നത് ഇസ്ലാമിൽ നിന്ന് പുറത്തു. നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ഇസ്തസ്ക് പറഞ്ഞാൽ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്കാണ്. മഹാന്മാർ കിതാബിൽ ഉദ്ധരിച്ച ഇസ്തസ്ക് വേറെ, സമസ്തക്കാരുടെ വിശ്വാസത്തിലുള്ള ഇസ്തസ്ക് വേറെ. നിങ്ങളുടെ ഇസ്തസ്ക് തനിച്ച ശിർക്കാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാഫറാകുന്ന ശിർക്കാണ് എന്നുള്ളത് യാതൊരു സംശയത്തിനും പഴുതില്ലാതെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം മരിച്ചവരോട് നേരിട്ട് ഇസ്തിഗാസ ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങൾ എപ്പോൾ അംഗീകരിക്കുന്നു, അതിനുശേഷം മരിച്ചവരോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടാൽ അത് അനുവദനീയമാണോ അല്ലേ എന്ന തവസ്സുലിൻ്റെ ചർച്ച ആ നേരം പറയാം. ഇപ്പോഴത് പ്രസക്തമല്ല. ഇപ്പോൾ ആ സംവാദത്തിൻ്റെ വിഷയവും അതല്ല എന്നാണ് ആ കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ഇസ്തസ്ഖലി ഉമ്മത്തിക്ക എന്ന ഒരു വാറോല, അതിൻ്റെ കഥയുടെ സനത് സ്വഹീഹല്ല എന്ന് ഞാനിവിടെ വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി സനത് സ്വഹീഹാണ് എന്ന് വന്നാൽ പോലും ആ ഹദീസിൻ്റെ മത്തിന് സഹിയല്ല. മത്തിനുള്ളത് ഏതോ ഒരു കാട്ടറബി വന്ന് ഖബറിങ്കൽ വന്ന് ഇസ്തസ്ഖി എന്ന് പറഞ്ഞു എന്നാ. അതൊരു കഥയാണ്. ഏതോ കാട്ടറബി പറഞ്ഞ തെളിവാണോ? അതിൽ തന്നെ മർമ്മം ഒരു സ്വപ്നമാണ്. ഏതോ ഒരുത്തൻ്റെ സ്വപ്നം ഇസ്ലാമിൽ തെളിവാണോ? സ്വഹാബികളുടെ സ്വപ്നമാണെങ്കിൽ പോലും ഇസ്ലാമിൽ തെളിവാണോ? അമ്പിയാക്കളുടെ സ്വപ്നം മാത്രമേ ഇസ്ലാമിൽ ഒരു പ്രമാണമായി എടുക്കാൻ നിവൃത്തിയുള്ളൂ. അങ്ങനെ ഒരു സ്വപ്ന കഥയുമായിട്ടാണ് ഇസ്തസ്ഖി നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളത് മറ്റൊരു വശം. ഇനി ഇമാം ഖലീലി വളരെ വ്യക്തമായി വൽബാഖൂന അർസലുഹു, ബാക്കിയുള്ളവരൊക്കെ മുർസലാക്കി എന്ന് പറഞ്ഞാൽ അത് ഒരു റിപ്പോർട്ടിൽ അത് കൊണ്ടുവന്ന് കേട്ടു എന്ന് പറഞ്ഞത് തന്നെ എന്താണ്, പറയപ്പെടുന്നു എന്ന അർത്ഥം മാത്രമേ ഉള്ളൂ. ഇനി ആരെങ്കിലും മറ്റുള്ളവർ കഥ കൊണ്ടുവന്നാൽ മുർസലായ നിലയിലല്ലാതെ ഒരാളും, ആരാണ് ഈ ബാക്കിയെന്നാണ് ചോദിക്കുന്നത്, ആരാണോ ഈ കഥ കൊണ്ടുവന്നത്, അവരാരും അത് മുർസലായിട്ടല്ലാതെ കൊണ്ടുവന്നിട്ടില്ല. മുർസലല്ലാതെ മാലിക് ദാറിൽ നിന്ന് സ്വാലി സമ്മാൻ നേരിട്ട് കേട്ടു എന്നുള്ള റിപ്പോർട്ട് വേറെ നിങ്ങൾ കൊണ്ടുവന്ന റിപ്പോർട്ട് യുഖാലു എന്ന തംലീലിന്റെ സിഗയിലാണ്. അതല്ലാത്തതൊക്കെ മുർസലായി തന്നെയാണ് വന്നിരിക്കുന്നത് എന്നാണ് ഇമാം ഖലീൽ പറഞ്ഞത്. ഇനി എങ്ങനെയൊക്കെ ആണെങ്കിലും ഇനി രണ്ടിലേക്കും നിങ്ങൾ യുഖാലു കൂട്ടിയാലും ശരി, മുർസലാണ് എന്ന് പറയപ്പെടുന്നു എന്ന് പറഞ്ഞാലും മാലിക് ദാറിൽ നിന്ന് സാലിസമ്മാൻ കേട്ടു എന്ന് പറയുന്നതും പറയപ്പെടുന്നു തന്നെയാണല്ലോ. ഈ പറയപ്പെടുന്നു എന്ന് പറഞ്ഞ വിഷയമാണ് ഒരു പ്രമാണമായിട്ട് നിങ്ങൾ കൊണ്ടുവരേണ്ടത്. ആണെങ്കിൽ പോലും അതാണ്. അപ്പം പറയപ്പെടുന്നു എന്നേ ഉള്ളൂ എന്ന് നിങ്ങളിട്ട ടെക്സ്റ്റിൽ തന്നെ കൃത്യമായിട്ട് ഇവിടെ ഉണ്ട്. മുകളിലേക്ക് നോക്കിയാൽ അത് കാണാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ ബാക്കിയുള്ളവർ വേറെ ആരൊക്കെ ഇത് കൊണ്ടുവന്നിട്ടുണ്ടോ അവരൊക്കെ സനത് മുറിഞ്ഞ മുർസലായ പരമ്പരയിലാണ് കൊണ്ടുവന്നത് എന്ന് തന്നെയാണ് ഖലീൽ പറഞ്ഞത്. ഇവിടെ വന്ന് പൊട്ടം കളിച്ചിട്ട് കാര്യമില്ല. അത് ഹദീസ് നിദാന ശാസ്ത്രത്തിൻ്റെ, ഇൽമുൽ ഹദീസിൻ്റെ, മുസ്തലഹുൽ ഹദീസിൻ്റെ ബാലപാഠം അറിയുന്ന മുസ്ലിയാർ കുട്ടികൾക്കെങ്കിലും ആ വിഷയം മനസ്സിലാവും. നിങ്ങൾ കണ്ണടച്ചാൽ ഇരുട്ടാവുകയില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. യുഖാലു എന്ന് പറഞ്ഞാൽ പറയപ്പെടുന്നു. എന്താ പറയപ്പെടുന്നത്? അന്ന അബൂ സ്വാലിഹി സമ്മാൻ, അബൂ സ്വാലിഹ് സമ്മാൻ തീർച്ചയായും സമിയ മിൻ മാലിക് ദാറിൽ നിന്ന് കേട്ടു. മനസ്സിലായില്ലേ? എന്നിട്ട് എന്താണ് ഈ ഹദീസ് കേട്ടു എന്നല്ല, യുഖാലു അന്ന അബാ സ്വാലിഹ്, കേട്ടു എന്ന് പറയപ്പെടുന്നു. കേട്ടു എന്നല്ല, കേട്ടു എന്ന് പറയപ്പെടുന്നു. കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ മുർസൽ എന്ന് പറയില്ലല്ലോ.
പറയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അത് ക്ലിയർ ആക്കി. വൽ ബാഖൂന അർസലുഹു, ബാക്കിയുള്ളവരെല്ലാം ഈ സനദല്ലാത്ത ഈ ഒരു റിപ്പോർട്ടല്ലാത്ത മറ്റ് റിപ്പോർട്ടുകൾ കൊണ്ടുവന്നവരൊക്കെ സനദ് മുറിഞ്ഞ മുർസലായ പരമ്പരയിലാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി ഖബറിങ്കൽ വന്നത് സ്വഹാബിയാണ്, നിങ്ങൾ കൊണ്ടുവന്ന ഏത് റിപ്പോർട്ടിലാണ് സ്വഹാബിയാണെന്നുള്ളത്? അത് നിങ്ങൾ വേറെ റിപ്പോർട്ടുമായി വന്നു. ഇവിടെ കൊണ്ടുവന്ന റിപ്പോർട്ടിൽ സ്വഹാബിയാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയില്ല. വേറെ റിപ്പോർട്ട് കൊണ്ടുവന്നതോ സന്തക്കത്ത് ആരോപിക്കപ്പെട്ട ഹദീസിന്റെ വിഷയത്തിൽ ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളുകയില്ല എന്ന് നിങ്ങൾ തന്നെ ഒന്നിലേറെ തവണ ഇവിടെ സമ്മതിച്ച ആ ഒരു സന്തക്കത്ത് ആരോപിക്കപ്പെട്ട ഒന്നിനും കൊള്ളരുതാത്ത ഒരുത്തനെ വീണ്ടും നിങ്ങൾ കൊണ്ടുവന്നിട്ട് എന്തിനാണ് വഷളായതിൻ്റെ മുകളിൽ പിന്നെയും വഷളാകുന്നത് എന്നാണ് എൻ്റെ പ്രിയപ്പെട്ട ചോദ്യകർത്താവിനോട് എനിക്ക് പറയാനുള്ളത്. ഖബറിങ്കൽ വന്നത് സ്വഹാബിയാണ് എന്ന് തെളിയിക്കാൻ ഏതെങ്കിലും ഒരു സ്വഹാബിയുടെ പേര് പരാമർശിക്കുന്ന ദുർബലമായ റിപ്പോർട്ട് പോലും ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചില്ല എന്നുള്ളത് ശ്രോതാക്കൾ മനസ്സിലായി കഴിഞ്ഞു. എല്ലാറ്റിലും അപ്പുറത്ത് സ്വഹീഹായ സ്ഥിരപ്പെട്ട റിപ്പോർട്ടുകൾ ഉള്ളത് ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ്. എന്ത്? കാന ഇദാ ഖഹതു ഇസ്തസ്ഖാ ബിൽ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്. ഇത് കേട്ടിട്ട് നബിയുടെ ഖബറിൻ്റെ അടുത്തേക്ക് പോവല്ല നബി ചെയ്തിട്ടുള്ളത്. നേരെ മറിച്ച് നിങ്ങൾ ഈ ഇബ്നു ഹജർ ഏതൊരു സ്ഥലത്ത് ഏതൊരു ഹദീസ് വിശദീകരിക്കുന്നിടത്താണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്, അതിലെ ഹദീസ് ഇപ്രകാരമാണ്: വരൾച്ച ഉണ്ടായ സമയത്ത് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനെ വെച്ചിട്ട് റബ്ബിനോട് മഴക്ക് തേടി. ഇവിടെ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് ജീവിച്ചിരിപ്പുള്ള ആളാണ്. അപ്പോൾ ജീവിച്ചിരിപ്പുള്ള ആളെ മുന്നിൽ വെച്ചിട്ട് നിസ്കരിച്ചതാണ് മരണപ്പെട്ടവരോട് തേടാൻ മുസ്ലിയാക്കന്മാർ തെളിവായി കൊണ്ടുവരുന്നത് എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലായി. അതുകൊണ്ട് മുഴുവൻ സമസ്തക്കാരും നന്നായിട്ട് ചിന്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം എന്തുകൊണ്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നബിയോട് തവസ്സുലാക്കി മഴയെ തേടാമായിരുന്നെങ്കിൽ അത് ചെയ്യാതെ, അതാണല്ലോ കുറച്ചുകൂടി അഫ്ദലായതാവേണ്ടത്. എന്തുകൊണ്ടാണ് ജീവിച്ചിരിപ്പുള്ള പിതൃവ്യനായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിനെ ഇമാമായി അദ്ദേഹത്തെ തവസ്സുലാക്കിയിട്ട് മഴ ചോദിച്ചത് എന്ന് ചിന്തിച്ചാൽ ഈ വിഷയം. ഇനി ഇമാം റാസി റഹിമഹുല്ലാഹ് ഞാൻ പലതവണ ഉദ്ധരിച്ചു, വയഖൂലൂന ഹൗലായി ശുഫാഉന ഇൻദല്ലാഹ്. അതായത് ഇമാം റാസി കൃത്യമായി മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം പഠിപ്പിക്കുകയാണ്. അവർ ഇബ്രാഹിം നബിയെ രക്ഷിക്കണേ, ജിബ്രീലെ കാക്കണേ, ലാത്തയെ സഹായിക്കണേ എന്നൊക്കെ വിളിക്കുമ്പോൾ അവരാണ് യഥാർത്ഥ പ്രപഞ്ച സൃഷ്ടാക്കളായ ഓരോ പ്രവർത്തനവും സൃഷ്ടിക്കുന്ന സ്വയം കഴിവുള്ള ഇലാഹുകളെന്ന് വിശ്വസിക്കുന്നേയില്ല. നേരെ മറിച്ച് യഥാർത്ഥത്തിൽ സ്വയം കഴിവുള്ളത് എല്ലാം സൃഷ്ടിക്കുന്നത് അള്ളാഹുവാണ്. ആ അള്ളാഹുവോട് മഹാന്മാർ എന്നുള്ള നിലയ്ക്ക് ഇവർ പറഞ്ഞു നോക്കും, എന്നിട്ട് കാര്യങ്ങൾ നേടിത്തരും എന്ന വിശ്വാസമേ മക്കയിലെ മുശ്രിക്കുകൾക്കുള്ളൂ. അത് തന്നെയാണ് ഷിയകൾക്കുള്ളത്. ആ ഷിയകളുടെ ആ വിശ്വാസത്തെ ഇതിനോട് താരതമ്യം ചെയ്തുകൊണ്ട് തന്നെ എന്താണ് ഇമാം റാസി റഹിമഹുല്ലാഹ് പറഞ്ഞു. അദ്ദേഹം വ്യത്യസ്ത വീക്ഷണങ്ങൾ വയഖൂലുന ഹൗലായി ശുഫാഉന ഇൻദല്ലാഹ് എന്ന സൂറത്ത് യൂനുസിലെ 18-ാമത്തെ ആയത്തിന്റെ തഫ്സീർ പറയുന്നിടത്ത് ഒരിക്കൽ കാണാം, അന്നഹും വദഉ ഹാദിഹിൽ അസ്നാമ വൽ ഔസാന. തീർച്ചയായും മക്കയിലെ മുശ്രിക്കുകൾ ഈ പ്രതിഷ്ഠകളെയോ വിഗ്രഹങ്ങളെയോ വെച്ചത്. ഇതൊക്കെ സമസ്തക്കാർ ജാറത്തെ വെച്ചത് എന്ന് നിങ്ങൾ പകരം വായിച്ചാൽ മതി. എങ്ങനെയാ വെച്ചത്? അലാ സുവരി അംബിയാഹിം വ അക്കാബിരിഹിം. അവരുടെ അംബിയാക്കളുടെയും മഹാന്മാരുടെയും രൂപങ്ങളിലാണ്. മുസ്ലിയാരെ പഠിച്ചോ? ഇത് അബൂജഹലിന്റെ വിശ്വാസമാണ്. അംബിയാക്കളെയും മഹാന്മാരെയുമാണ് അവർ വിളിച്ചതെന്നർത്ഥം. വസഅമു, എന്നിട്ട് അവർ വാദിച്ചു, അന്നഹും മതസ്തഗലു ബി ഇബാദത്തി ഹാദിഹി തമാസിൽ. ഈ പ്രതിഷ്ഠകൾക്ക്, അതായത് നിങ്ങൾ ഈ ജാറങ്ങൾക്ക് അതിനുള്ള ഇസ്തിഗാസ അടക്കമുള്ള ഇബാദത്തുകളിൽ മുഴുകുന്ന സമയത്തൊക്കെ ഫഇന്ന ഉലായിക്കൽ അകാബിറ, തീർച്ചയായിട്ടും ആ പ്രതിഷ്ഠകളെ പ്രതിനിധീകരിക്കുന്ന മഹാന്മാർ തകൂനു ശുഫാഅ ലഹും ഇൻദല്ലാഹി തആല, അള്ളാഹുവിൻ്റെ അരികിൽ തങ്ങൾക്കുള്ള ശുപാർശകരായി തീരും. അല്ലാതെ സ്വയം കഴിവുകൊണ്ട് ഞങ്ങളെ സഹായിക്കുന്നല്ല, അള്ളാഹിനോട് ശഫാഅത്ത് പറഞ്ഞ് കാര്യങ്ങൾ നേടിത്തരും. സമസ്തക്കാരെ, നിങ്ങളെ വിശ്വാസം വേറെന്താ? ഇത് ഞങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ അബൂജഹലിൻ്റെ വിശ്വാസത്തിലേക്ക് നിങ്ങളെ മുസ്ലിയാക്കന്മാർ പിഴപ്പിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പണിയെടുക്കുന്നത്. ഇനി റാസി എന്ന് പറഞ്ഞു നോക്കൂ, ഇത് മുജാഹിദ് സെൻ്റർ എന്ന് പറഞ്ഞല്ല. എന്താ? വനദീറുഹു ഫി ഹാദ സമാൻ, അതിന് തുല്യമാണ് ഈ കാലഘട്ടത്തിൽ, അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിൽ ഷിയാക്കളുടെ പ്രവർത്തനമാണ് മുന്നിൽ വെച്ചതെന്നുള്ളത് സാമാന്യമായി ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. എന്താണ്? ഇസ്തിഗാലു കസീരിൻ മിനൽ ഖൽഖി ബിതഅലീമി ഖുബൂരിൽ അകാബിർ. മഹാന്മാരുടെ ഖബറുകളെ വന്ദിക്കുന്ന വിഷയത്തിൽ വലിയൊരു വിഭാഗം ആളുകൾ മുഴുകി എന്നുള്ളത് അലഇഅ്തിഖാദി അന്നഹും ഇദാ അല്ലമു ഖുബൂറഹും. അവർ ആ ഖബറിനെ വന്ദിക്കുന്ന സമയത്തെല്ലാം അവരുടെ വിശ്വാസം ഏതനുസരിച്ചാണ്? ഫഇന്നഹും യകൂനൂന ശുഫാഅ ലഹും ഇൻദല്ലാഹ്. ഈ ഖബറാളിയെ വന്ദിക്കുന്ന സമയത്ത് അവിടെ ജാറം മൂടുമ്പോൾ, യാസീനോതുമ്പോൾ, വിളക്കത്തിച്ചു വെക്കുമ്പോൾ, അവിടെ ചെന്ന് ദിക്റെല്ലുമ്പോൾ, ആ ജാതി പരിപാടികളൊക്കെ നടത്തുമ്പോൾ എന്താണ്? ഫഇന്നഹും യകൂനൂന ശുഫാഅ ലഹും ഇൻദല്ലാഹ്. ഈ ഖബറാളി അള്ളാഹുവിൻ്റെ അരികിൽ തങ്ങൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുമെന്ന വിശ്വാസമാണ്. അപ്പം ജാറങ്ങളുടെ അരികിൽ നടക്കുന്ന വിശ്വാസവും മക്കാ മുശ്രിക്കുകൾ വിഗ്രഹങ്ങളുടെ അരികിൽ വെച്ച് പുലർത്തുന്ന വിശ്വാസവും തത്തുല്യമായ വിശ്വാസമാണ്, ഒരേ വിശ്വാസമാണ് എന്ന് ഞങ്ങളല്ല പറയുന്നത്. ഞങ്ങൾക്കൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നിങ്ങൾ വലിയ ഷെയ്ഖായി കൊണ്ട് നടക്കുന്ന
പിന്നെ ഇമാം റാസി റഹിമഹുല്ല പോലും പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ല? അദ്ദേഹം വീണ്ടും പറയാം, അന്നഹു മത്താ മാത്ത മിൻഹും റജുലുൻ കബീർ, അവരിൽ നിന്ന് ഒരു വലിയ മഹാനായ മനുഷ്യൻ മരണപ്പെട്ടാൽ യഅ്തഖിദൂന ഫിഹി, ആ മരണപ്പെട്ട മഹാത്മാവിനെ കുറിച്ച് അവർ വിശ്വസിക്കും, അന്നഹു മുജാബുദ്ദഅവ, അദ്ദേഹം പ്രാർത്ഥന ചെയ്താൽ അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കും, വ മഖ്ബൂലു ഷഫാഅത്തി ഇൻദല്ലാഹി തആല, അള്ളാഹുവിൻ്റെ അരികിൽ അദ്ദേഹം ഷഫാഅത്ത് ചെയ്താൽ ആ ഷഫാഅത്ത് സ്വീകരിക്കപ്പെടും, അങ്ങനെയുള്ള ഒരാളാണ്. എന്നിട്ട് ഇത്തഖദൂ സനമൻ അലാ സൂറത്തിഹി, അയാളുടെ രൂപത്തിൽ ഒരു പ്രതിമ അവർ ഉണ്ടാക്കി വെച്ചു, യഅ്ബുദൂനഹു, എന്നിട്ട് ആ പ്രതിമയോട് അവർ ദുആ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇബാദത്ത് ചെയ്യുന്നു, അല ഇത്തിഖാദി അന്ന ദാലിക്കൽ ഇൻസാന, അതായത് ആ പ്രതിഷ്ഠയെ പ്രതിനിധീകരിക്കുന്ന ആ മനുഷ്യൻ യകൂനു ഷഫീഅൻ ലഹും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവർക്ക് എന്താണ്, അള്ളാഹുവിൻ്റെ അരികിൽ ഒരു ശുപാർശകനാകും. മനസ്സിലായില്ലേ? അലാമ അഖ്ബർ അല്ലാഹു തആല അൻഹും ബിഹാദിഹിൽ മഖാല ഫി ഖൗലിഹി ഹൗലായി ശുഫാഉന ഇൻദല്ലാഹ്, അതാണ് അവരെക്കുറിച്ച് ഹൗലായി ശുഫാഉന ഇൻദല്ലാഹ് എന്ന് അള്ളാഹു തന്നെ അവരുടെ വിശ്വാസത്തെക്കുറിച്ച് പഠിപ്പിച്ചു. മുശ്രിക്ക് പറഞ്ഞല്ല, അള്ളാഹ് പറയാണ് മുശ്രിക്കുകളുടെ വിശ്വാസം അതാണ്, അള്ളാഹുവിൻ്റെ അരികിൽ ശഫാഅത്ത് ചെയ്യുമെന്ന വിശ്വാസമാണ് എന്ന് ഇമാം റാസി റഹിമഹുല്ലാഹ് ഈ സൂറത്ത് യൂനുസിലെ 18-ാമത്തെ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പറഞ്ഞു. അദ്ദേഹം വീണ്ടും പറയാം, വളരെ മനസ്സിലാക്കിക്കോ, അന്നൽ കുഫാറ ഔറദു അലാ ഹാദൽ കലാമി സുആലൻ, ഈ ഒരു കലാമിൽ ഒരുപാട് ചോദ്യങ്ങൾ കാഫിറുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഫഖാലു, അവർ പറഞ്ഞു, നഹ്നു ലാ നഅ്ബുദു ഹാദിഹിൽ അസ്നാം, ഞങ്ങൾ ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നില്ലല്ലോ. നിങ്ങൾ പറയുന്നില്ല, സമസ്തക്കാർ പറഞ്ഞ അതേമാതിരി തന്നെ. നിങ്ങൾ പറഞ്ഞ എന്താ, ഞങ്ങൾ ഈ മഹാന്മാരെ ആരാധിക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല എന്ന്. ഇവിടെ പറഞ്ഞെന്താ, യഥാർത്ഥത്തിൽ ഇവരും ഞങ്ങൾ ഈ വിഗ്രഹങ്ങൾക്കല്ല ആരാധന കൊടുക്കുന്നത്, മറിച്ച് എന്താണ്, ലിഅ്തിഖാദി അന്നഹ ആലിഹത്തുൻ തദുറു വ തൻഫഉ, സ്വന്തമായി ഗുണം ചെയ്യുന്ന, ഉപദ്രവം ചെയ്യുന്ന, ഉപകാരം ചെയ്യുന്ന ആലിഹത്ത് എന്ന വിശ്വാസത്തിലല്ല ഞങ്ങൾ ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത്. വഇന്നമാ നഅ്ബുദുഹ, ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നത്, ആരാധന എന്താ, അദ്ദുആഉ വൽ ഇബാദ, പ്രാർത്ഥനയാണ് ആരാധന. അതായത് ഞങ്ങൾ ഇവരെ പ്രാർത്ഥിക്കുന്നത് ലി അജ്ലി അന്നഹ തമാസീലു ലി അഷ്ഖാസിൻ കാനു ഇൻദല്ലാഹി മിനൽ മുഖറബീൻ, ഇവർ അള്ളാഹുവിൻ്റെ അരികിൽ അടുപ്പം കിട്ടിയ മുഖറബുകളായ മഹാന്മാരായ വ്യക്തിത്വങ്ങളാണ് എന്നുള്ള നിലക്കാണ് ഞങ്ങൾ ഇവരോട് തേടുന്നത്, അല്ലാതെ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിവുള്ള ഇലാഹുകളാണ് എന്നുള്ള നിലക്കല്ല. ഫനഹ്നു നഅ്ബുദുഹ, അവരോട് ഞങ്ങൾ ദുആ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇബാദത്ത് ചെയ്യുന്നത് ലി അജ്ലി അൻ യസീറ ഉലൈക്കൽ അകാബിറു ശുഫാഅ ലനാ ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അരികിൽ ഈ മഹാന്മാർ തങ്ങൾക്കുള്ള ശുപാർശകരാകുമെന്ന വിശ്വാസത്തിലാണ്. ഫഅജാബ അല്ലാഹു തആല, അങ്ങനെ അള്ളാഹു അവർക്ക് ഉത്തരം കൊടുക്കും. അപ്പോൾ അള്ളാഹു തന്നെയാണ് ഉത്തരം തരുന്നത് എന്നുള്ള വിശ്വാസത്തിലാണ് മക്കയിലെ മുശ്രിക്കുകൾ ഇലാഹുകളെ വിളിച്ചത്. എന്ന് പറഞ്ഞാൽ ആലിഹത്തിൻ്റെ പര്യായം തന്നെയാണ് ശുപാർശകർ. സമസ്തക്കാർ പറയുന്നു, ഞങ്ങൾ ശുഫാ ആയിട്ടേ കണ്ടിട്ടുള്ളൂ, ഞങ്ങൾ ആലിഹത്തായിട്ട് കണ്ടിട്ടില്ല. എന്നാൽ ആലിഹത്തിനെ തന്നെ ഖുർആൻ ശുഫാ എന്ന് പേര് വിളിച്ചിട്ടുണ്ട്. സൂറത്തുൽ അൻആമിലെ 94-ാമത്തെ ആയത്തിൽ കാണാം, വമാ നറാ മഅകും ശുഫാഅകുമുല്ലദീന സഅംതും, നിങ്ങൾ വാദിച്ച നിങ്ങളുടെ ശുഫായിനെ നിങ്ങളുടെ കൂടെ നമ്മൾ കാണുന്നില്ലല്ലോ. സകല സമസ്തക്കാരനും നാളെ അബ്ദുൽ ഖാദർ ജീലാനിയെ വിളിച്ച, ബദരീങ്ങളെ വിളിക്കുന്ന, മനമ്പത്തടിഞ്ഞ ബീവിയെ വിളിക്കുന്ന, ഓച്ചിറ കുപ്പസ്വാമി ഉപ്പാപ്പായെ വിളിക്കുന്ന എല്ലാ സമസ്തക്കാരും നാളെ റബ്ബിൻ്റെ മുന്നിൽ വെച്ചിട്ട് അവരൊക്കെ ഞങ്ങളടുത്ത് വരും, അല്ലേ, എൻ്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോവർ എന്ന വിശ്വാസവുമായി അബ്ദുൽ ഖാദർ ജീലാനിയെ വിളിക്കുന്നവർ നാളെ റബ്ബിൻ്റെ അരികിൽ ചെല്ലുമ്പോൾ റബ്ബ് നിങ്ങളോടും പറയും, വമാ നറാ മഅകും ശുഫാഅക്കും, നിങ്ങളുടെ ശുപാർശകരെ നിങ്ങളോടൊപ്പം ഞങ്ങൾ കാണുന്നില്ലല്ലോ. ഒരു ഷെയ്ഖും നാളുണ്ടാവില്ല. വത്തഖൂ യൗമൻ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈഅ, ഒരു നഫ്സും മറ്റൊരു നഫ്സിന് വേണ്ടി യാതൊരു പ്രയോജനവും ചെയ്യാത്ത ഒരു ദിവസം. മനസ്സിലായില്ലേ? ഇത് ക്ലിയറാണ്. കാരണം അവരും ഇവരും തമ്മിലുള്ള ബന്ധം അന്ന് മുറിഞ്ഞു പോകും. ഔലിയാക്കളും മുരീദന്മാരും തമ്മിലുള്ള ബന്ധം പരലോകത്ത് മുറിഞ്ഞു പോകും. ഇതാണ് നമ്മൾ മനസ്സിരുത്തേണ്ട അടിസ്ഥാന വിഷയം. ജീവിച്ചിരിക്കുന്ന കാലത്ത് ജീവിച്ചിരിപ്പുള്ളപ്പോൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ, അല്ലെങ്കിൽ സലാത്തുൽ ഇസ്തിസ്ഖാ നിങ്ങൾ ഇമാമ് നിൽക്കണേ എന്നൊക്കെ പറയാം. അത് ഇസ്ലാമിൽ അംഗീകരിക്കപ്പെട്ട ഒരു തവസ്സുലാണ്. അതേ സമയത്ത് മരണപ്പെട്ടതിനു ശേഷവും നമ്മുടെ ദുനിയാവിൻ്റെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും, വരൾച്ച വന്നാലും, പ്രളയം വന്നാലും, അതേപോലെ ഭൂചലനങ്ങൾ വന്നാലും, മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ വന്നാലും ആ സമയത്തൊക്കെ ഇവർ ശഫാഅത്ത് ചെയ്യും എന്ന വിശ്വാസം അത് മുശ്രിക്കിൻ്റെ വിശ്വാസമാണ്. ആ വിശ്വാസത്തിന് തുല്യമായി ദുർബലമായ ഹദീസുകൾ പോലും കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. കെട്ടുകഥകളാണ് നിങ്ങൾ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് വസ്തുത. ഇത് ആത്മാർത്ഥമായി വിഷയം പഠിക്കുന്ന എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇത്രയും ഞാനിപ്പോൾ പറയുന്നുള്ളൂ. അപ്പോൾ ശുഫാ എന്ന് പറഞ്ഞാൽ ആലിഹത്ത് തന്നെ. സമസ്തക്കാർ അള്ളാഹുവെ കൂടാതെ ഇലാഹുകളെ സ്വീകരിച്ചവരാണ് എന്നാണ് ഈ മുസ്ലിയാക്കന്മാരുടെ ചോദ്യത്തിൽ നിന്നും, അതേപോലെ അവരുടെ സംവാദത്തിൽ നിന്നും, അവരുടെ ചർച്ചകളിൽ നിന്നും, ഖണ്ഡനമണ്ഡനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ മാത്രം നേരിട്ട് ദുആ ചെയ്യുന്ന, ഒരു സൃഷ്ടിയെയും ദുആ ചെയ്യാത്ത, റബ്ബിൻ്റെ അരികിൽ ശഫാഅത്ത് ചെയ്യുമെന്ന വിശ്വാസത്തോടെ സൃഷ്ടികളോട് ദുആ ചെയ്യാത്ത സച്ചരിതരായ
നിഷ്കളങ്കരായ കലർപ്പില്ലാത്ത തൗഹീദ് വെച്ച് പുലർത്തുന്ന മുവഹിദുകളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. ഏതായിരുന്നാലും ഒരു കാര്യം ക്ലിയറാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു പ്രവർത്തിക്കുന്നല്ല. അതാണല്ലോ ഇവിടെ സഖാഫി വന്നിട്ട് സമർത്ഥിക്കാൻ ശ്രമിച്ചത് പലപ്പോഴും. എന്താണെങ്കിൽ അദ്ദേഹം വന്നിട്ട് സമർത്ഥിച്ചത് അള്ളാഹ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അമ്പിയാക്കൾക്ക് മുഴുവത്തോട് കഴിയുമെന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. പക്ഷെ സ്ഥാപിക്കാൻ വരുമ്പോൾ അങ്ങനെ ഒരു സംഗതി ഇല്ല. പക്ഷേ ഇവർക്കവിടെ അവസാനം സമ്മതിക്കേണ്ടി വന്നു, മുട്ടുമടക്കേണ്ടി വന്നു. നിങ്ങളുടെ ഒരു പരാജയമായിട്ടല്ല ഞാനത് കാണുന്നത്, മറിച്ച് ഇസ്ലാമിൻ്റെ ഒരു യാഥാർത്ഥ്യം, ഒരു ഹക്ക് പുലരുകയും വിജയിക്കുകയും ചെയ്തതിൻ്റെ അടയാളം മാത്രമായിട്ടാണ് കാണുന്നത്. അത് പറ്റൂല എന്ന് വ്യംഗ്യമായിട്ടെങ്കിലും നമ്മുടെ മുസ്ലിയാക്കന്മാർ ഒന്നടങ്കം സമ്മതിക്കുന്ന നല്ലൊരു കാഴ്ച നമുക്ക് ഈ ചർച്ചയിലൂടെ കാണാൻ പറ്റി. ഇവിടെ ഹക്ക് പുലരണം, തൗഹീദ് പുലരണം. വേറൊരു അജണ്ടയും സലഫികളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഒരു നന്മയും സലഫികൾ ഇല്ലാതാക്കിയിട്ടില്ല. തിന്മകളിൽ ഏറ്റവും വലിയ തിന്മ കടന്നു വരുന്നതിൽ നിന്ന് ഈ ഉമ്മത്തിനെ രക്ഷിക്കുന്ന പ്രവർത്തനം മാത്രമേ സലഫികൾ ചെയ്തിട്ടുള്ളൂ. അള്ളാഹുവെ, ഞങ്ങളെ നീ തൗഹീദിൽ അടിയുറച്ചു മരിക്കാനുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ നോമ്പും ഖിയാമും ദിക്റുകളും ഖുർആൻ പാരായണവും സദഖയും എല്ലാ നല്ല പ്രവർത്തനങ്ങളും ഈ മഹത്തായ മാസത്തിൽ വലിയ പ്രതിഫലം നൽകി ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണമേ. റബ്ബന തഖബ്ബൽ മിന്നാ സിയാമന വ ഖിയാമന അല്ലാഹുമ്മ ലാ തദഅ ലനാ ദംബൻ ഇല്ലാ ഗഫർത വലാ ഹമ്മൻ ഇല്ലാ ഫറജത വലാ മറളൻ ഇല്ലാ ശഫൈത വലാ ദൈനൻ ഇല്ലാ ഖളൈത വലാ ഹാജത മിൻ ഹവായിജി ദുനിയ വൽ ആഖിറ ഇല്ലാ ഖളൈതഹ യാ അർഹമർ റഹീമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.